ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസഫലമാണ്. ഓക്കെ, അപ്പം സെപ്റ്റംബറിൽ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു നമ്മുടെ പെന്നുഡ് ഹൗസിംഗ് റിസൾട്ട് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ ഓഗസ്റ്റ് 25 രാവിലെ 6:30 ഡൗസ് ചെയ്തെടുത്ത റിസൾട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അധികം താമസിക്കില്ല, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ സെപ്റ്റംബർ മാസം എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരണം. കാരണം ഇതൊരു, ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഈ പെന്നുഡ് ഹൗസിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടൊരു റിസർച്ച് പോലെ വരുന്നൊരു പ്രിഡിക്ഷൻ വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാസത്തിൽ ആ പെന്നുഡ് ഹൗസിങ്ങിൻ്റെ റിസൾട്ടുകളിൽ നമ്മൾ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെന്നുഡ് ഹൗസിങ്ങിൻ്റെ ഇത് തന്നെയാണ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരിക. കാരണം ഈ അടുത്ത ഹൗസിങ് റിസൾട്ട് നിങ്ങളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊന്ന് കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിലൊരു സ്വസ്ഥമായിട്ടൊരു സൈലൻ്റായിട്ട്, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പനിയിലാണ്, എൻഗേജിങ്ങിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളെ പ്രിഡിക്ഷൻ കേൾക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കുള്ളൂ. ഇപ്പം ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്തിട്ട് ഒന്ന് പയ്യെ റിലാക്സിങ് ആയിട്ട് 1 2 3 എന്ന രീതിയിൽ പയ്യെ നമ്മളൊന്ന് വിടുക. അതൊരു 3 times നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഡീപ്പ് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിലേക്ക് നിങ്ങൾ കാത്തു വെച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയുള്ളത്. എന്നിട്ട് ജസ്റ്റ് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന സംഖ്യ ഏതാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അതിൽ ചിക്കോണാവോ മാറണ്ട. ഓക്കെ, ഫസ്റ്റ് മനസ്സിൽ ഓടി വന്നൊരു നമ്പർ ഉണ്ടാവും. 1 മുതൽ 9 വരെയുള്ളതിൽ ഒരു നമ്പർ ഒറ്റയടിക്ക് നിങ്ങളുടെ മൈൻഡിൽ തോന്നിയിട്ടുണ്ടാവും. ആ തോന്നിയ നമ്പർ, അതിന് മാറ്റം വരുത്താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറ്റം വരാൻ തോന്നും. മാറ്റം വരുത്തേണ്ട, ആ ചിന്തിച്ച നമ്പർ, ആ നമ്പർ എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. ഓക്കെ, ആ നമ്പറിൽ എന്നിട്ട് അതിൻ്റെ പ്രിഡിക്ഷനിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാലിറ്റി കിട്ടും കേട്ടോ. ഈ തവണത്തെ ഒരു പ്രിഡിക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 1 മുതൽ 9 വരെ ഓരോ നമ്പറുകൾക്കും ഓരോ പ്രിഡിക്ഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അതല്ല സെപ്റ്റംബർ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ്, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാശി വൈസോ നക്ഷത്ര വൈസോ ആയിരിക്കില്ല, ഈ നമ്പർ വൈസസ് ആയിരിക്കും. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജന്മസംഖ്യ ഏതാണെന്ന് കണ്ട് ആ ജന്മസംഖ്യയുടെ ഫലമായിട്ട് കണക്കാക്കാം കേട്ടോ. ആ രീതിയിലും കൂടിയാണ് നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ മോർ സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതെടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ മൈൻഡ് എത്രമാത്രം ഒന്ന് പീസായി, എന്നിട്ട് നമ്മൾ എത്രമാത്രം ആ ഒരു ക്വാളിറ്റിയിലാണ് എടുത്തത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ടിലേക്ക് നമുക്ക് എത്താന്ന് പറയാം. സോ നമുക്ക് നമ്മുടെ 1 ആണെങ്കിൽ, നമ്മൾ വിചാരിച്ച സംഖ്യ 1 ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസംഖ്യ 1 ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം. ഞാൻ വിചാരിച്ച സംഖ്യ, കാരണം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് അങ്ങനെയായിരുന്നു, മൈൻഡിലൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ 9 ഓരോ സംഖ്യകളുടെയും നമ്പേഴ്സ് നമ്മൾ ഡൗസ് ചെയ്ത് എന്ത് ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മുമ്പിൽ ഈ ഒരു ടൈം പീരീഡ്, ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഒന്ന് മനസ്സിൽ കണ്ടവരാ, അല്ലെങ്കിൽ മനസ്സിൽ ഒന്ന് വിചാരിച്ചവരൊക്കെ വരാം. നമ്മുടെ മുമ്പിൽ ഈ മാസം പുതിയ വാതിൽ തുറക്കുന്നൊരു സമയമായിരിക്കും ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പുതിയ അവസരങ്ങൾ വരിക. നമ്മൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പുതിയ അവസരങ്ങൾ, സാമ്പത്തികമായിട്ട് സമ്പാദിക്കാനാവാം, ജോലി സംബന്ധമാവാം, വിദ്യാഭ്യാസ കാര്യങ്ങളാവാം, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കാവാം. എന്തായാലും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പുതിയ ചുവടുകൾ വെക്കുന്നൊരു സമയമായിട്ട് ഒരു ടൈം വരാം. അതേപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നമുക്ക് പുതിയൊരു ചുവട് വെപ്പ്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരിക, പുതിയൊരു വാർത്ത കേൾക്കുക, പുതിയൊരു എപ്പോഴും ഒരു പുതിയ ഒരു ന്യൂ
തിങ്സ് നമ്മുടെ ലൈഫിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുക, ആ ഒരു സാഹചര്യം, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരിക, അതിനൊക്കെ യോഗം പറയാൻ സമയമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ഓവർ തിങ്കിങ് മൂലം, അതായത് ഇത് ശരിയാണോ, ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു ആവറേജ് തിങ്കിങ് എന്നാലും എടുക്കൂലേ നമ്മൾ, ഓക്കെ നല്ലതാണ് തോന്നിയോണ്ട് ഞാൻ അതിലോട്ട് പോകുന്നത് തന്നെ. ഓക്കെ, സോ ഓവർ ഒത്തിരി ചിന്തിച്ചത് തന്നെ, ഒത്തിരി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നല്ലതാണെങ്കിൽ ചീത്തയെങ്കിലും നിങ്ങൾക്ക് മൈൻഡിൽ ഓക്കെ ആയിട്ട് തോന്നില്ല. സോ അതിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. സോ വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങളെ പാഴാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ സാമ്പത്തിക സംബന്ധമായിട്ട് നമ്മൾ പുതിയൊരു ഇൻകം സോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാം. നമ്മുടെ മുമ്പിൽ പുതിയൊരു വരുമാന മാർഗം തുറക്കപ്പെടുന്ന സമയമായിട്ട് പറയാം. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ, പ്രണയ ജീവിത സംബന്ധമായിട്ട കാര്യങ്ങൾ, നമുക്ക് എന്തൊരു പ്രണയമില്ല, അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനത്തെ കൺഷ്യസ് ഒന്നുമില്ല, പുതിയ പരിചയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകാം. ഇനി പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും, സീരിയസ് ആയ ഓരോ സംസാരങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള സമയമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ഈ ഒരു മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് ഒരു തുടക്കത്തെ സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഒരു കൃത്യമായ വ്യക്തതയായിട്ടൊരു ഡയറക്ഷൻ കിട്ടുക. ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങോട്ടാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നൊരു വ്യക്തത കിട്ടുകയും ചെയ്യുന്നൊരു സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ഒരിക്കലും ഒരു ധാരണയോടെ നിൽക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ചിലതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഒരു നേട്ടം, നമ്മുടെ ലൈഫിലേക്കൊരു പുരോഗതി നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയും വെയിറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ കഴിയുമ്പോൾ കൃത്യമായിട്ട് വിനിയോഗിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോകുക. അവസരങ്ങൾ നമ്മുടെ മുമ്പിലെത്തും, അത് എടുക്കണോ വേണ്ടോ എന്ന് എടുക്കുന്ന ഡിസിഷൻ അത് നമ്മളിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്പർ 2 ആണ്. അതായത് മനസ്സിൻ നമ്പർ 2 വിചാരിച്ചവരുടെ ഇതാണ്. ഇവിടെ നമുക്കൊരു മറുപടി, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട്, അതിനെയാണ് നമ്മൾ ഈ ഒരു 2 ഇവിടെ ഈ ഒരു മാസം നമുക്ക് സൂചിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു വെയിറ്റിംഗ് സിറ്റുവേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു മറുപടി പ്രതീക്ഷിച്ച് നിൽക്കുക. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു ഡിസിഷന് വേണ്ടിയാലും എന്തൊരു കാര്യത്തിന് വേണ്ടി ഒരു മറുപടി പ്രതീക്ഷിച്ചിരിക്കുക. ഒരു റിപ്ലൈ ആവാം, ഒരു കോൾ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്രൂവൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അപ്രൂവൽസിലൊക്കെ കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ഒരു അപ്രൂവ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസാണ് നമുക്കിത് പറയുന്നത്. സോ നമുക്ക് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു കാര്യം എടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. നമുക്കൊരു വെയിറ്റിംഗ്, നമ്മളൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് എന്തെങ്കിലുമോ ചെയ്ത് വെച്ചതിൻ്റെ ഒരു റിസൾട്ടിനെ വെയിറ്റ് ചെയ്യുന്ന പീരീഡ്, ഒരു വെയിറ്റിംഗ് ടൈമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യത്തിലായാലും ഒരു വെയിറ്റിംഗ് ടൈമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുന്ന ടൈം പീരീഡാണ്. സാമ്പത്തിക സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ട പേയ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ഫോളോ അപ്പ്, അല്ലെങ്കിൽ നമ്മളതിനെ കൃത്യമായി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യകത വരുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പ്രണയ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, നമ്മൾ ഒരാളിൽ നിന്നും അകന്ന് നിൽക്കുകയാണ്, അല്ല നമ്മളുമായിട്ട് ഒരു സംസാരങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കാവുന്ന സമയമാണ്. പ്രധാനമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകം നല്ല മെസ്സേജുകളൊക്കെ അയക്കാൻ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, അങ്ങനെ ആ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാൻ പറ്റിയൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മളെ വിട്ടുപോയവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ ഒരു പാറ്റേൺ, നമ്മൾ ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ നടന്നൊരു പാറ്റേൺ ശരിയല്ലാത്തതുകൊണ്ടായിരിക്കണം പരസ്പരം പിരിയാൻ തീരുമാനം എടുത്തും പിരിഞ്ഞതൊക്കെ. ബട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അതേ പാറ്റേൺ തന്നെയാണ് നിങ്ങൾ പിന്തുടരുന്നത്, അതേ സാഹചര്യം, അതേ സ്വഭാവത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് വീണ്ടും ഒരു വെറുപ്പ് ക്രിയേറ്റ് ചെയ്യും. സോ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് സെപ്റ്റംബർ മധ്യത്തിന് ശേഷം, ഒരു 15-ാം തീയതിക്ക് ശേഷമായിരിക്കും കൂടുതൽ നല്ല നല്ല മൂവ്മെൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക എന്ന് പറയുന്നത്. കാരണം കുറച്ചുകൂടി ആ റിസൾട്ടിൽ ചിലപ്പോൾ 15-ാം തീയതി വരെ വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും, 16, 17 ആ സമയത്തിലേക്ക് ഓരോ കാര്യങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് 15 ഫുൾ എന്ന് പറയുന്ന ഒരു വെയിറ്റ് ചെയ്യുക. എന്തൊരു സാഹചര്യത്തിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടു ചെയ്യുക. അതായത് ജോബ് ആയാലും ബിസിനസ്സിലായാലും എഡ്യൂക്കേഷൻസിൽ എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും റിസൾട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ടൈം പീരീഡ് നിങ്ങളൊരു വെയിറ്റിംഗ്, എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുമായിരിക്കും, അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വെയിറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും, യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ
എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയായിരിക്കും വിദേശത്ത് പോകാൻ വേണ്ടി. സോ ഒരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെപ്റ്റംബർ മാസത്തെ കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊന്നും ലഭിക്കുന്നില്ല, അപ്പോൾ ഒരു മടുപ്പ്, ഒരു നിരാശ എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അല്ലെങ്കിൽ കിട്ടൂല, അപ്പം ഇനി ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ ഒരു യോഗം അതിൽ കാണുന്നില്ല എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചിന്തിക്കാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ ഒട്ടും പാടില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ നിങ്ങൾ ചിന്തിക്കുക ബിസിനസ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊരു പുതിയൊരു കാര്യം ചെയ്യാതെ, പക്ഷെ നിങ്ങളുടെ പങ്കാളി ഇതുവരെ അപ്രൂവ് വന്നിട്ടില്ല, അല്ലെങ്കിൽ പങ്കാളിയുടെ ഒരു സപ്പോർട്ട് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലൂടെ എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ആ തീരുമാനം ഞാൻ എടുത്താൽ ശരിയാകുമോ, അങ്ങനെ ഒരു ഡൗട്ട് വരിക, നമ്മളെ തന്നെ കൂടുതൽ സെൽഫ് ഡൗട്ട് അടിക്കുന്ന സമയമായിട്ട് പറയാം. അതേപോലെ നമ്മൾ ഇനി ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ആരോഗ്യത്തിന് ആ ഒരു പ്രയോറിറ്റൈസ് കൊടുക്കുന്ന ഒരു മന്ത് കൊടുത്താൽ ഒരു നല്ലതായിരിക്കും, ഫാർ ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന കാര്യത്തിലായെങ്കിലും നിങ്ങൾ കുടുംബത്തിലെല്ലാവരുമായിട്ട് സംസാരിക്കുക, അത് എല്ലാവരും ഒരു അപ്രൂവ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വാങ്ങുന്ന കാര്യത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സാഹചര്യം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങളൊരു വെയിറ്റിംഗ് പീരീഡ്, അതായത് ഫുൾ ഒരു കാത്തിരിപ്പിൻ്റെ സമയമായിട്ടാണ് കൂടുതലും ഈ ഒരു ടൈം പീരീഡിനെ പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മളിനി ജന്മസംഖ്യ 3, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച 3 ആണെങ്കിൽ നമ്മുടെ കഴിവിനെ മറ്റൊരാൾ കാണുന്നൊരു സാഹചര്യമായിട്ട് പറയാവുന്ന ടൈം പീരീഡാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമായ റെക്കഗ്നൈസേഷൻ കിട്ടുക, നമുക്ക് ആവശ്യമായ പേര് പ്രശസ്തിയൊക്കെ കിട്ടാൻ യോഗം കാണുന്ന സമയമാണ്. ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ മേലെ ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്നവരെ, ഇവരൊക്കെ നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ കഴിവിനെ തിരിച്ചറിയുക, നമ്മുടെ ടാലൻറ്റ് മനസ്സിലാക്കുക, അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. ബിസിനസ് കാര്യങ്ങളായി നിങ്ങളുടെ ടീംമേറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്നവർ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക, നിങ്ങളുടെ ആ വിഷൻ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയെങ്കിലും ടീച്ചേഴ്സിന്, മെൻറ്റേഴ്സിന്, പേരൻസിനൊക്കെ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലൻറ്റ് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൈൻഡിൽ അല്ലെങ്കിൽ ഈ മന്തിൽ നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാനും അത് നാലാൾ അറിയാനുള്ള യോഗം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം പീരീഡ് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ 4 വിചാരിച്ച്, ഇനി അതല്ല ജന്മസംഖ്യ 4, ഒക്കെ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ജന്മസംഖ്യ ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സംഖ്യ 4, ഏതാണോ നിങ്ങൾക്ക് ഉചിതം അത് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ തീരുമാനം എടുക്കുവാൻ അത്ര അനുകൂലമാണെന്ന് ചോദിച്ചാൽ തീരുമാനം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആയിട്ട് ഈ ഒരു ടൈം പീരീഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ടൈമിൽ നമ്മൾ കാര്യം എടുത്തു, ഇവിടെ നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മന്തായിരിക്കും നിങ്ങളെ സംബന്ധിച്ചോളം, 4 സംബന്ധിച്ചവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം ഇവിടെ ഈ ഒരു ടൈം പീരീഡ് നിങ്ങളിപ്പോൾ ജോലി വന്നു, നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പോവാതിരിക്കാം. ഡിസിഷൻ ഈസ് യുവേഴ്സ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ തീരുമാനം എടുക്കേണ്ടത് എന്താണ്. ഇപ്പം നിങ്ങൾക്ക് ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ കണ്ടിന്യൂ പഠിക്കണോ, ഓക്കെ, നിങ്ങളിപ്പം കാറ് വാങ്ങണോ, അതല്ലെങ്കിൽ കാർ റെൻറ്റിന് എടുക്കണോ, ഇനി നല്ല വീട് വാങ്ങണോ, അല്ലെങ്കിൽ വീട് റെൻറ്റിന് എടുക്കണോ, വീട് പുതുക്കി പണിയണോ അല്ല വേണ്ടയോ, അങ്ങനൊരു ഡിസിഷൻ സംഭവമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു നേരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം ഇത് പറയാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇപ്പം അത് എടുക്കണോ, അല്ലെ ഇപ്പം വേണ്ടേ, ഇപ്പം വേണോ, എന്ത് തന്നെയായാലും അങ്ങനത്തെ ഒരു തീരുമാനത്തിൻ്റെ മാസമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ അതിന് കൃത്യമായ തീരുമാനം എടുക്കാൻ സാധിക്കും. ഇനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊരു കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ടൈമിലായിട്ടും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസിഷൻ മന്താണ് നിങ്ങൾക്ക് സെപ്റ്റംബർ എന്ന് പറയുന്നത് 4 വിചാരിച്ചൊരു സംബന്ധിച്ചു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾ ആഗ്രഹിച്ചു, അല്ല അവർ തീരുമാനിച്ചു, അല്ല അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അതിൻ്റെ പുറകെ പോകില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, തീരുമാനം എടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് എടുത്തു പോവുക, എടുക്കേണ്ടാത്തടുത്ത് പോയി തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്യുക. ഓക്കെ, അതാണ് ഉത്തമം. കാരണം ആവശ്യമുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളോട് തീരുമാനം എടുക്കേണ്ട വന്നു, അങ്ങനെ വരല്ലേ. നമ്മൾ ആവശ്യമുള്ളിടത്ത് തീരുമാനങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ ആയിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഈ മാസം എന്തായാലും നിങ്ങളെയും കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കേണ്ട ഒരു മാസമായിട്ട് തന്നെ പറയുന്നുണ്ട്. സോ മാക്സിമം തീരുമാനങ്ങൾ എന്ത് ചെയ്യുക,
ആലോചിച്ചും കണ്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി 5 മനസ്സ് വിചാരിച്ചവരെ സംബന്ധിച്ചോളം 5 മനസ്സ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ജന്മസംഖ്യ 5 നിങ്ങൾക്ക് കണക്കിടാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടൈം പീരീഡ് ആയിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ജോലിയിൽ മാറ്റം ഉണ്ടാകുന്ന സംഭവമാവാം, സ്ഥലം മാറ്റമാവാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാവാം, നിങ്ങൾ ഹെഡ് ഓഫീസിന് വേറൊരു ഓഫീസിലേക്ക് പോകുന്നതായിരിക്കും, ഒരു ബ്രാഞ്ചിന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോകുന്നതാവാം, ഒരു ജോലിയിൽ മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതാവാം. അത് ബെറ്റർ എന്ത് തന്നെയാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളിലായെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ല ആ സബ്ജക്റ്റ് ആയിരുന്നു എന്ന് തോന്നല്, ഈ എക്സാമിനും കഴിഞ്ഞ് നല്ല അടുത്ത എക്സാം എഴുതുന്നതായിരുന്നു ബെറ്റർ എന്ന് തോന്നല്, അങ്ങനെ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. കുറേ ആളുകൾക്ക് എക്സാം മന്തായിരിക്കും ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ടൈം പീരീഡാണ്. സോ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. സോ മാക്സിമം നിങ്ങൾ അതിനുള്ള എഫേർട്ട് ഇടുക. ബിസിനസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും പെട്ടെന്ന് ചെന്ന് ചാടേണ്ട, അത് കൃത്യമായിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്തൊക്കെ ചാടുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതെന്ന് പറയുന്ന 6 സംഖ്യ മനസ്സിൽ വിചാരിച്ചാൽ അല്ലെങ്കിൽ ജന്മസംഖ്യ 6 ആയിട്ടുള്ളവരെന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തെ ഒളിപ്പിച്ചൊരു കാര്യം മറ്റുള്ളവർ അറിയുക, അതായത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചൊരു കാര്യം മറ്റുള്ളവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഇമോഷണൽ മന്തൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മാസത്തെ കാണാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തു വെച്ചിരുന്ന അല്ലെങ്കിൽ മറ്റൊരാളും അറിയാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന മാസമായിട്ട് പറയാൻ പറ്റും. അത് ഇനി ചിലപ്പോൾ നിങ്ങൾ പറയാതെ വെച്ചിരുന്ന പ്രണയമാവാം, പണയാതെ വെച്ചിരുന്ന ഇഷ്ടങ്ങളാവാം, മറ്റുള്ള ആൾ അറിയുന്നൊരു സാഹചര്യമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഓടി വന്നത് അതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം പറയണം എന്നുണ്ടായിരുന്നു, അത് പറയാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. കാരണം ഈ മാസം എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ മന്താണ് നിങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ. സോ നിങ്ങളത് നോക്കുക. ഓക്കെ, അതിൻ്റെ സാഹചര്യം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രൊസീജ് ചെയ്യുന്ന ബെറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ടൈമാണ് ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ടൈം പീരീഡായിട്ട് പറയാൻ സാധിക്കും ടൈം പീരീഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ സാധിക്കുക, കുറച്ചുകൂടി ആ ബന്ധത്തിൽ ഒരു കാറ്റ് കൊണ്ടുവരാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന ടൈം പീരീഡാണ് ഈ ഒരു സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഈ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ ഇമോഷണൽ ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസത്തിൻ്റെ അവസാന സമയങ്ങളിലേക്കായിരിക്കും കൂടുതൽ ഇമോഷണലിലേക്കായി മാറുക എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ മനസ്സിൽ 7 ആണ് വന്നത്. നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കണ്ണടിച്ചാൽ നോക്കിയ സമയത്ത് നമുക്ക് 7 ആണ് നമുക്ക് മനസ്സിൽ വിചാരിച്ച സംഖ്യ, അല്ലെങ്കിൽ നമ്മുടെ ജന്മസംഖ്യ 7 ആണെങ്കിൽ ഒരു മറിഞ്ഞിരിക്കുന്ന സത്യം നമ്മുടെ മുമ്പിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മളൊരു കുറേ സത്യങ്ങൾ തുറന്നു പറയുന്ന സമയം, അല്ലെങ്കിൽ കുറേ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സമയം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ഈ മാസത്തെ കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹിൻഡ് തന്നുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ച് ക്ലൂസ് കിട്ടുക. അത് നിങ്ങളുടെ തൊഴിൽ സംബന്ധമാവാം, എഡ്യൂക്കേഷൻസ് ആവാം, ഫാം റിലേറ്റഡ് കാര്യങ്ങളാവാം, ഇനി അതല്ല നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളാവാം, മണി ഏണിങ്സ് റിലേറ്റഡ് അതായത് വരുമാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം, എന്താവാം. നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ മറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മറിഞ്ഞിരിക്കുന്ന സത്യം, അത് രണ്ടിലാവാം. നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്നതാവാം, നിങ്ങളോട് മറിഞ്ഞിരിക്കുന്നതാവാം. ഓക്കെ, അതുപോലെ മറ്റുള്ള നിങ്ങളോട് പറയാത്തൊരു സത്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ കിട്ടുക, അല്ലെങ്കിൽ ആ സത്യങ്ങൾ അറിയാൻ പറ്റും. ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം, ബട്ട് ഈ മാസം നമുക്കത് അറിയാൻ സാധിക്കുക. ഓക്കെ, നിങ്ങളൊരു കാര്യം മറ്റൊരാളോട് പറയാതിരുന്നു, പക്ഷേ നിങ്ങൾ വേറെ ആളോട് പറഞ്ഞപ്പോൾ എപ്പോഴും എങ്ങനെ അവരത് അറിഞ്ഞു. അതായത് സത്യങ്ങൾ തെളിയുന്ന മാസമായിട്ട് നമുക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നല്ല നല്ല വരുമാന സ്രോതസ്സുകളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർ അറിയാൻ സാധിക്കുക, അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു കാര്യം ട്രൂത്ത് അറിയണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ നടക്കുമായിരുന്നെങ്കിൽ അതറിയാൻ സാധിക്കുക. അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്തൊക്കെ അറിയണേ നമുക്ക് ആ ഒരു ഈ ഒരു ടൈം അത് തെളിഞ്ഞു കിട്ടുന്ന ടൈമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കൂടുതലും നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മുടെ പ്രവൃത്തി മുഖേനയൊക്കെ മറ്റുള്ളവർ ഓരോ പല സത്യങ്ങളും തിരിച്ചറിയുന്ന സാഹചര്യമൊക്കെ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ 8 മനസ്സ് വിചാരിച്ചവരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ജന്മസംഖ്യ 8 ആയെന്ന് വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പണത്തിൻ്റെ വാതിൽ തുറക്കുന്ന സമയമായിട്ട് പറയാം. അതായത് കൂടുതൽ അച്ചീവ്മെൻറ്റ്സുകൾ നമുക്ക് നേടാൻ സാധിക്കുക, അവാർഡുകൾ പോലെയുള്ള കാര്യങ്ങൾ കിട്ടുക, പേര് പ്രശസ്തി നേടാൻ സാധിക്കുക, വരുമാന കാര്യങ്ങൾ നല്ലൊരു
മികവ്, നല്ലൊരു ഉയർച്ച കാണാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാൻ പറ്റും. നമ്മുടെ എനർജി നന്നായി ഉണ്ടാവുക, മണി ഫ്ലോ നല്ല രീതിയിൽ ഉണ്ടാവുക, നമ്മുടെ കരിയറിൽ നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കുക, മേലുദ്യോഗസ്ഥരുടെ കാര്യങ്ങളിൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുക, നമ്മുടെ ടാർഗറ്റുകൾ ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, അത്രയും നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്തായിട്ട് പറയാം. നമുക്ക് നല്ല നല്ല അച്ചീവ്മെൻറ്റ്സുകൾ കിട്ടുക, ഇപ്പം നല്ല ബെസ്റ്റ് എംപ്ലോയി, അല്ലെങ്കിൽ ആ ഒരു മന്തിലെ ടാർഗറ്റ് ആദ്യം അച്ചീവ് ചെയ്ത ആൾ, അല്ലെങ്കിൽ മന്തിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ആൾ, അങ്ങനെയൊക്കെ പറഞ്ഞ ബിസിനസ്സിൽ നല്ലൊരു സ്കെയിൽ കൊണ്ടുവരാൻ സാധിക്കുക, ബിസിനസ്സിൽ നല്ലൊരു വിഷൻസ് കൊണ്ടുവരാൻ സാധിക്കുക, നല്ല രീതിയിൽ എംപ്ലോയീസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വരുമാന കാര്യങ്ങളിലൊക്കെ നല്ലൊരു ശരിക്കും നമ്മുടെ മുമ്പിൽ ഈ ടൈം പീരീഡ് എന്ന് പറയുന്ന വരുമാനത്തിൻ്റെ മാർഗ്ഗങ്ങൾ തുറക്കപ്പെടുക, ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചാൽ ജോലി കിട്ടുക, എക്സ്ട്രാ ഇൻകം കിട്ടുക, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേഷൻ ചെയ്യാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള, ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു നമ്മൾ വേറൊരു ജോലിക്കും പോലുള്ള നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഈവൻ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ സാധിക്കുക, പുതിയ സ്കില്ല് പഠിച്ച് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് യോഗം പറയുന്ന ഒരു ടൈം പീരീഡാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ 9 മനസ്സിൽ വിചാരിച്ചാൽ, അതായത് ജന്മസംഖ്യ 9 ആവാം, അല്ലെങ്കിൽ മനസ്സിലൊരു 9 എന്ന സംഖ്യയാണ്, നമ്മൾ 1 മുതൽ 9 വരെ ഒരു സംഖ്യ വിചാരിക്കാൻ പറഞ്ഞപ്പം വിചാരിച്ചാൽ 9 ആണെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എന്ന് പറയുന്നത് ഒരു റിസൾട്ട് പീരീഡ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ അവസാന സ്റ്റേജ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ടൈം പീരീഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു, ഓക്കെ, അത് കിട്ടിയോ ഇല്ലയോ ഈ മാസം സെപ്റ്റംബറിൽ അറിയാൻ സാധിക്കുക. ഓക്കെ, അത് എക്സാം എഴുതിരുന്നു, ജയിച്ചോ ഇല്ലയോ സെപ്റ്റംബറിൽ അറിയാൻ സാധിക്കുക. ഓക്കെ, ഞാനിത് എഴുതണോ വേണ്ടിയോ സെപ്റ്റംബറിൽ എഴുതാൻ തീരുമാനിക്കാൻ പറ്റുമോ, ഈ വണ്ടി എടുക്കണോ വേണ്ടിയോ സെപ്റ്റംബറിൽ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ, വാഹനം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, അങ്ങനൊരു ഡിസിഷൻസ് ആയാലും ഒരു തീരുമാനമായാലും കൃത്യമായൊരു കാര്യം എടുക്കാൻ സാധിക്കുക, ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി അത് പൂർത്തീകരിക്കാൻ സാധിക്കുക. അതായത് നമുക്കൊരു എനർജി ഉണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യണം, അത് വേണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടങ്ങളൊക്കെ വാങ്ങിയിരുന്നു നേരത്തെ. ഓക്കെ, ഹ്യൂമൻ ബീങ് ആണ്, നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ സാധിക്കാം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറവ് ഈ ടൈം സ്റ്റെബിലിറ്റി ആയി മാറി ആ ഡെപ്തുകളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കാം. അതേപോലെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുക, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ്. നിങ്ങൾ പിണങ്ങി നിൽക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മാസം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും, അത് ജോയിൻ ആവണോ വേണ്ടയോ, വീണ്ടും എങ്ങനെയാണ് മുമ്പോട്ട് എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കാം. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അവസാനിച്ചു എന്ന് തോന്നും, എന്നാൽ ചില തുടക്കങ്ങളുടെ സൂചനയായിരിക്കാം ആ അവസാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ മാസം നമുക്ക് തോന്നുക എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവേ ആയിട്ട് ഈ ഓരോ സംഖ്യയ്ക്കും നമുക്ക് ഡൗസ് ഇതിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റിസൾട്ടുകൾ നിങ്ങൾക്ക് എത്രമാത്രം കണ്ടാവാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ മാസം സെപ്റ്റംബർ കഴിയുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ മാസത്തിലെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ഇതൊരു റിസർച്ചിൻ്റെ ഭാഗമാണ്. സോ ഇതൊരു ഹ്യൂജ് ഓഡിയൻസിലേക്ക് എത്തുമ്പം നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ എനിക്ക് എളുപ്പമുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയും കൂടിയാണ്. ഓക്കെ, ഈ ഒരു പ്രെഡിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രെഡിക്ഷൻസിൽ നിന്ന് പല വ്യത്യാസമായ രീതികളിലാണ് നമ്മൾ പിന്നീട് ഹൗസിംഗ് റിസൾട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഹൗസിംഗ് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാനുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ട് പിന്നീട് ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോഴും നമുക്കൊരു ആളുകൾ ഇപ്പോഴും പറയുമ്പോൾ ഒരു എസ് ഓർ നോ ചോദ്യമായിട്ട് തന്നെയാണ് നിൽക്കുക. പലരും പിന്നീട് ഹൗസിംഗിൽ അങ്ങനൊരു തെറ്റിദ്ധാരണയിലൂടെ മാത്രം കാണുന്നവരുണ്ട്, എസ് ഓർ നോ മാത്രമാണ് പറയാൻ പറ്റുക എന്നുള്ളത്. അത് തുടക്കത്തിൽ അങ്ങനെയാണ്, പക്ഷെ നമുക്കതിൽ ആ ഫീൽഡിൽ ഓരോന്നായിട്ട് നമുക്ക് റിസർച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നീട് ഹൗസിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യുക, അതിൻ്റെ മന്ത്ലി പ്രെഡിക്ഷൻസ് ആയാലും ഓരോന്നും ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ റിസർച്ചുകൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ ഇത് കാണുന്നുണ്ട്, അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ആ മന്ത് എത്രമാത്രം ഇത് അക്യൂറേറ്റായി വരുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ എത്ര കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട്. കാരണം മറ്റേ നമുക്ക് കൃത്യമായിട്ടൊരു പ്രമാണമുണ്ട്, ആ പ്രമാണം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ നോക്കുന്നു, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബട്ട് പിന്നീട് ഹൗസിംഗ് എന്ന് പറയുന്നത് അതല്ല, നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വേറൊരു ഫീൽഡാണ്, അതിൽ എക്സ്ട്രാ ഒരു വേ ഓഫ് തിങ്കിങ് ആവശ്യമാണ്, എക്സ്ട്രാ
വേ ഓഫ് ലോജിക്ക് ആവശ്യമാണ്, പല കാര്യങ്ങൾ കൂടിയതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അത് കണക്ട് ആവുന്നുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം അത് ഓക്കെ ആവുന്നുണ്ട്. പെൻഡന്റ് ഹൗസിങ് ഞാൻ ഇതുവരെ നിങ്ങൾ കണ്ടതില്ല. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോയിൽ ഏതാണ് പെൻഡന്റ് ഹൗസിങ്? കാരണം നമ്മൾ പല രീതിയിൽ ചെയ്തു അല്ലേ. ഇപ്പം നമ്മൾ ഈ നമ്പേഴ്സ് വെച്ച് ചെയ്തു. കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തിരുന്ന രാശി വയസ്സായിരുന്നു. അതിന് മുമ്പ് മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഓരോ കാറ്റഗറി, ജോലിക്ക് അനുകൂലമായ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ ആ ഒരു കാറ്റഗറി അനുസരിച്ചായിരുന്നു ഇത്. ഇതിലേതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ആവുന്ന നല്ല ഏതാണ്, അത് അഭിപ്രായം തുറന്ന് പറയാനോ കേട്ടോ. കാരണം അത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഏത് രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനും സാധിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നമുക്കും നമ്മുടെ സ്റ്റുഡൻസിനും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം പെൻഡുലം പഠിക്കാൻ ആഗ്രഹിച്ച് അവരിപ്പോൾ പഠിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചുകൂടി അത് ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ കയ്യിൽ കൊണ്ടൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് വേറൊന്നുമല്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആ മാസത്തിലുണ്ടായ ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ആ ഈ പിടിഷനുമായിട്ട് കണക്റ്റായി എന്നുള്ള കാര്യം കൂടി ഒന്ന് രേഖപ്പെടുത്തുമെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത മാസം കാണാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.